രാജ്യസുരക്ഷ മാത്രം ശ്വാസമായി കൊണ്ട് നടക്കുമ്പോഴും സിനിമ എന്ന മോഹത്തിലേക്ക് ജീവിതവും മനസ്സും പകരുകയാണ് മനോജ് പയ്യോളി എന്ന സൈനികൻ. ഇന്ത്യൻ അതിർത്തി സേനയായ ആസാമിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ജോലി ചെയ്തു വരികയാണ് കോഴിക്കോട് പയ്യോളി സ്വദേശിയായ മനോജ്. സംഘർഷഭരിതമായ തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും മനസ്സ് നിറയെ സിനിമയാണ്. സിനിമാ മോഹവുമായി ഇറങ്ങിയതോടെ സിനിമയിൽ അദ്ദേഹം സജീവമാവുകയാണ്. എങ്കിലും മനോജ് പയ്യോളിക്ക് സിനിമ എന്നത് ഒരു പാഷൻ മാത്രം. മലയാള സിനിമയിലെ നൂറുകണക്കിന് ആളുകളുടെ സംഘടനയായ ദേശാടന പക്ഷികൾ എന്ന സിനിമാ ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ടാണ് മനോജ് പയ്യോളി തന്റെ മലയാള സിനിമയിൽ ആദ്യ ചുവടുവയ്പ് നടത്തിയത്. നാടകരംഗത്ത് നിന്നാണ് അദ്ദേഹം കലാരംഗത്തേക്ക് വരുന്നത്. 1995-96 കാലഘട്ടത്തിൽ വടകര മടപ്പള്ളി കോളേജിൽ നാടകത്തിൽ അദ്ദേഹം വിജയിയായിട്ടുണ്ട്. സിനിമ എന്നത് ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഗൗരവമേറിയ തന്റെ ജോലി തിരക്കിനിടയിലും സിനിമയിലോട്ട് തന്നെ അടുപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക, നല്ല പുതിയ സിനിമ ഉണ്ടാക്കുക, ഇതെല്ലാമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന ഈ അവസരത്തിൽ പല വ്യക്തികളെയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന ഒരാളാണ് മനോജ് പയ്യോളി. തുറയൂർ പയ്യോളി എന്ന ഗ്രാമത്തിൽ സാധാരണ ഒരു ഫാമിലി ജനിച്ച ശ്രീ മനോജ് പയ്യോളി 1994 ഇന്ത്യൻ അതിർത്തി സേനയിൽ ചേരുന്നത്. മനോജ് പയ്യോളി വളരെ കാലം CBIയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ അതിർത്തി സേനയിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്ന മനോജ് പയ്യോളിയിൽ നിന്നും ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന പലരും പട്ടാള ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷമാണ് സിനിമയിലോട്ട് വരുന്നത്. എന്നാൽ മനോജ് അങ്ങനെയല്ല. തന്റെ ജോലി തിരക്കിനിടയിലും സിനിമാ മോഹം അദ്ദേഹം വളർത്തിയെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിത സഖി സവിത മനോജാണ് നേരിട്ട് സിനിമയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവരിലൂടെ വരും ദിവസങ്ങളിലും പുതിയ സിനിമകളെല്ലാം ഉണ്ടാകട്ടെ.